അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എൻ്റെ നൂറഹാബിന്റെ കുടുംബങ്ങൾക്കും എല്ലാവർക്കും അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഒരു ഈദ് മുബാറക്ക് പറയുന്നു. അപ്പം ഞാൻ ഒരു ഒരു ചെറിയൊരു വീഡിയോ ഇറക്കുകയാണ്. ഒന്നുമല്ല, ഇപ്പം ഞാൻ ഈ നൂറെ ഹബീബിനെ മജ്‌ലിസ് തുടങ്ങിയിട്ട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 7 വർഷം ആകാനായി. അൽഹംദുലില്ലാ, അള്ളാഹു റസൂൽ ബർക്കത്തുകൊണ്ട് അന്നും റാഹത്താണ്, ഇന്നും റാഹത്താണ്. പക്ഷെ ഒരുപാട് പേര് ഈ മജ്‌ലിസിനെ കുറിച്ചിട്ട് പല ആളുകളോടും പല രീതിയിലും മോശമായിട്ട് പറയാം. കുറെ ആളുകളുണ്ട്, ആ മജ്‌ലിസ് കാണണ്ട, അയാൾ തട്ടിപ്പ് വീരനാണ്, അയാൾ തട്ടിപ്പ് നടത്തി. എന്ത് തട്ടിപ്പ് നൂറെ ഹബീബ് തന്നെ നടത്തിയത്? ചെറുപ്പത്തില് കഷ്ടപ്പാട് വന്നപ്പോ കൂലിപ്പണിട്ട് ജീവിച്ചതാണോ പിന്നെ തട്ടിപ്പ്? കുറെ ആൾക്കാരെ പറഞ്ഞ ഓട്ടോസ് ഡ്രൈവറാണ്, പിന്നെ ടാക്സി ഡ്രൈവറാണ്, കള്ള് കുടിച്ചിട്ടുണ്ട്, പെണ്ണ് പിടിയനാണ്. ഒരു മനുഷ്യന് എത്രത്തോളം പിന്നെ തരം താത്ത, അതൊക്കെ ഞാൻ ഈ പേരൊക്കെ റസൂലും കേട്ടിരിക്കുന്നു കേട്ടോ. ലാന്റെ റസൂൽ എന്തുണ്ട്, റസൂൽ ഒരുപാട് ചീത്തപ്പ റസൂലൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ. പിന്നെ റസൂലത്തെ സഹിച്ചു. അപ്പൊ ഞാൻ അവിടുത്തെ പേരമക്കളിലെ നമ്മൾ ഒരുപാട് ആളുകൾ എന്തൊക്കെ പറഞ്ഞു എന്നെ കുറിച്ചിട്ട് അല്ലേ, എന്തൊക്കെ. ഇനി ഞാൻ എന്താ കേൾക്കാൻ ബാക്കി? അതിലൊന്നും എനിക്ക് സങ്കടമല്ല, ഒന്നും എനിക്ക് സങ്കടമില്ല, സന്തോഷമല്ലോ. എന്താ, റബ്ബ് അന്നും എന്നെ പരാജയപ്പെടുത്തിയിട്ടില്ല, ഇന്നും അള്ളാഹു പരാജയപ്പെടുത്തിയില്ല. അപ്പൊ അതുകൊണ്ട് അപ്പൊ അതുകൊണ്ട് കുറ്റം പറഞ്ഞ് നടക്കും. നിങ്ങൾ സൂക്ഷിക്കുക ആരെ പറയുന്നത്, എന്ത് സത്യങ്ങൾ അന്വേഷിക്കട്ടോ. യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ ഇങ്ങനെ വന്ന റീലൊക്കെ ഉണ്ട്, ഓലൊന്നൊന്നുമില്ല, ഓൽക്കൊന്നും ദീനം ദുനിയാവില്ല. അതാണ്. പിന്നെ നിങ്ങൾ ഓരോരുത്തരോട് പോയിട്ട് നിങ്ങൾ ആ മജ്‌ലിസ് കാണണ്ട എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾക്ക് മരിച്ചു പോകണ്ടേ? റസൂലുള്ളാഹിന്റെ പേരിൽ സലാത്ത് ചെയ്യുന്നത് നിങ്ങൾ, പിന്നെ പല ആളും അതിൽ പെട്ടുപോകുന്നുണ്ട്. സലാത്തല്ല ചെയ്യും. എന്തിനാ നിങ്ങൾ ഇങ്ങനെയൊക്കെ ദുനിയാവിലെ ജനങ്ങളെ പേടിക്കണം? അള്ളാഹുവിനെ പേടിച്ചാൽ പോലെ. ശൈത്താൻ പല കോലത്തിലും വരും, പല കോലത്തിലും വരും. അപ്പൊ അതുകൊണ്ട് പിന്നെ എല്ലാവരോടും പറയണം, നാളെ ആഖിറത്തിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ ഞാൻ പൊരുത്തപ്പെട്ട് തന്നില്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ രക്ഷപ്പെടും. എനിക്ക് നഷ്ടങ്ങളൊന്നുമില്ല കേട്ടോ, എനിക്ക് ഒരുപാട് ലാഭങ്ങൾ മാത്രമേ. 97 മക്കളെ കല്യാണം കഴിഞ്ഞു, 97 20ഓളം വീട് നിർമ്മിച്ചു. ഇപ്പോൾ 3 വീടിന്റെ പണി നടന്നുകൊണ്ടിരിക്കുക. അത് മാത്രമല്ല, പിന്നെ 100 ചില്ലാൻ എത്തിയ മക്കളെ ഏറ്റെടുത്തു. ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന സ്വലാത്ത് മജ്‌ലിസ്. ഇതൊന്നും അതുപോലെ തന്നെ ഒരുപാട് ദർസുകള്, സ്ഥാപനങ്ങൾ, ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ബോധ്യമാകുന്നില്ലല്ലോ. പിന്നെ കുറ്റം പറയുന്ന ആളുകളോട് പറയാം, എന്നാ നിങ്ങൾക്ക് നന്നാവും? എന്താ സ്വലാത്തല്ലേ ചൊല്ലു, നിങ്ങൾക്ക് അറിയില്ലേ? അപ്പൊ അതുകൊണ്ട് നാളെ ആഖിറത്തൊന്നും എന്ത് ചെയ്യണ്ട. ഇപ്പൊ ഒരു സഹോദരി എന്നെ കുറിച്ച് വളരെ മോശമായിട്ട് പറഞ്ഞു. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഈ എനിക്ക് എതിരെ വന്ന ആരോപണങ്ങളൊക്കെ അടിസ്ഥാനരഹിതമാണ്, ഒന്നും തെളിയിക്കാൻ ആർക്കും കഴിയില്ല. അള്ളാഹിനെ വിചാരിച്ച് ഒരു തട്ടിപ്പും നൂറെ ഹബീബ് തങ്ങൾ നടത്തിയിട്ടില്ല. അൽഹംദുലില്ലാഹ് ഇപ്പോഴും പിന്നെ നല്ല ലൈവിൽ ആളുണ്ട്. അള്ളാഹുവിന്റെ റസൂലിന്റെ ബർക്കത്തുണ്ട്, എല്ലാം കൊണ്ട് നിഅമത്താണ്. അപ്പൊ അതുകൊണ്ട് ഒരാളെ കുറ്റം പറഞ്ഞ് ഈമാൻ നഷ്ടപ്പെടുത്തേണ്ട, ഇബാദത്ത് നഷ്ടപ്പെടുത്തേണ്ട. അള്ളാഹു പെട്ടെന്ന് നമ്മൾക്ക് എപ്പോഴാണ് മരിച്ചു പോകുന്ന പറയാൻ പറ്റില്ല. അള്ളാഹു നമുക്കൊക്കെ നിഅമത്ത് അള്ളാഹു തരട്ടെ. ഈ വീഡിയോ എന്നെ കുറ്റം പറയുന്ന ആളുകളുണ്ട്, ഇത് കേൾക്കണം. എന്ത് തെറ്റിന്റെ പേരിലാണ് ഒരാളുകൾ പോയി സലാത്ത് കേൾക്കുന്നതാണ് പറയുന്നത്? എന്തതിനൊക്കെ ആവശ്യം? റസൂലുള്ളാഹിന്റെ പേരിലല്ലേ. അതുകൊണ്ട് ശ്രദ്ധിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ആട് മേച്ചിട്ടുണ്ട്. ഖദീജ ബിബി റളിയല്ലാഹു തആലയുടെ കൂടെ കച്ചവടത്തിന് ഷാമിക്ക് പോയിട്ടുണ്ട്. റസൂലുള്ളാഹി അധ്വാനിച്ചില്ലേ? അപ്പൊ അതുപോലെ ഞാൻ ചെറിയ പ്രായത്തില് ഞാൻ കൂലിപ്പണിക്ക് പോയിട്ടുണ്ട് അന്ന്. പക്ഷെ മറ്റുള്ള പറഞ്ഞ എല്ലാ കാര്യങ്ങളും യൂട്യൂബർമാർ അടിസ്ഥാനരഹിതമാണ്. യൂട്യൂബിൽ വന്നിട്ട് ഇങ്ങനെ ഓരോന്ന് പക്ഷെ എനിക്ക് വിഷമമൊന്നും ഉണ്ടായിട്ടില്ല. ഇനിയും ആളുകൾ പെട്ടു പോകാതിരിക്കാനാണ്. ആരും ഉണ്ടാവില്ല ഖബറിൽ കിടക്കുമ്പോ. ഈ വിമർശിച്ചവനും സലാത്ത് ചെല്ലണ്ടെന്ന് പറഞ്ഞപ്പോ നമ്മള് സലാത്തിന് ഒഴിവായി പോയി. ഒരൊന്നും ഖബറിലുണ്ടാവില്ല, നമ്മളെടുത്ത് തമ്മിലേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് സൂക്ഷിക്കുക, ജീവിതം നഷ്ടപ്പെടുത്തരുത് കേട്ടോ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഖബറിൽ കിടക്കണം. അള്ളാഹു തെറ്റുകൾക്ക് അള്ളാഹു പൊട്ടിത്തരട്ടെ ഇൻഷാ അല്ലാഹ്. എനിക്ക് ഈ പരിശുദ്ധമാക്കപ്പെട്ട പെരുന്നാളായിട്ട് എനിക്ക് നിങ്ങൾക്ക് തരാനൊരു ഉപദേശമാണ്. ഒരാളെ കുറിച്ച് കുറ്റം പറയരുത്, കാണാത്തതൊന്നും പറയരുത്. പല ആളുകളും യൂട്യൂബിൽ പൈസ കിട്ടാൻ വേണ്ടി പലതും ഇങ്ങനെ പറയും. അതിൽ പെട്ടുപോകരുത്. ഒരു ലക്ഷ്യം എന്താണ്? പിന്നെ റീച്ചാണ്.
അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവരും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ കേട്ടോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.